സംഭവം നോക്കട്ടെ എന്നാന്ന്. കാലാവസ്ഥയൊക്കെ പിടിക്കും. അവള് പ്ലസ് ടു 10 കഴിഞ്ഞു. 12 BDC പരാതിയാ. വീട്ടിലൊക്കെ കട്ടാക്കി കളഞ്ഞു. വീട്ടിലും കളഞ്ഞില്ലേ, എല്ലാം കളഞ്ഞു. അല്ല ലാൻഡ് ഫോണ് പൈസ അടക്കണ്ടേ നമ്മള്? ഏത് കരയിലാ ജീവിക്കണേ? ഏത് കരയിലാന്ന്? മൂവാറ്റുപുഴയാണ്. അയ്യോ, ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയി നമുക്ക് പോവാം. വാ, നമുക്ക് ഈ കറി പോവാം. മടുക്കാണ് ഇവിടുന്ന്. ഇതൊക്കെ രസല്ലേ? അത് കുഴപ്പമില്ല. പോലെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? പോരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? പോരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? മേല ചുമ്മാ വാന്നേ. നടക്കണം, നമുക്ക് വണ്ടിക്ക് പോവാ. വണ്ടി വേല അങ്ങോട്ട് ഓരോ ദിവസം പോരെ മാനെ. ഓരോ ദിവസവും മേലാതെ വരും. മാറൂന്നേ. എന്നാലാരാ നോക്കാനുള്ള? അവിടെ അമ്മയില്ലേ? അമ്മയും ചാച്ചനൊക്കെ ഇല്ലേ? എല്ലാരും ഉണ്ട്. എല്ലാരും തന്നെ ഇപ്പൊ ഓർമ്മക്കുറവാ, അറിയാൻ പറ്റുന്നില്ല. വിവീനാനിപ്പോ തിരിച്ച് മകളെയാന്ന് പറയുന്നുണ്ടല്ലോ. നാല് എത്രയിലാ പഠിക്കണേ? 10. 10 വരെ ആയോ? നീ ചെറുതായിട്ടാടാ. പരീക്ഷയൊക്കെ എഴുതിയിട്ടോ? മഞ്ഞുള്ളൂ. പരീക്ഷ ഏതാ മോനെ? പോവാൻ നോക്കിയാലോ? പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്. മലയാളം ഇല്ലല്ലോ. മലയാളം ഉണ്ട്. പിന്നെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം എല്ലാം ഉണ്ടമ്മേ. 10ലല്ലേ? ഇതൊക്കെ പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കണം. പഠിക്കുന്നതല്ലേ, ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലേ? എത്താമത്തെ ആളാ? 2ാമത്തെ ആള്. എത്ര പേരുണ്ട് ആണുങ്ങൾ? ആണുങ്ങൾ ഞാൻ ഒരാളുള്ളൂ. ആരാ? ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഉള്ളോ? ചേച്ചി. ഇതുവരെയൊക്കെ പെണ്ണാണോ? നിന്നെ ഇഷ്ടപ്പെട്ടു. സുഖമാണ് അല്ലേ? തലയിൽ ഇത്തിരി എണ്ണ വെക്കാൻ ചകരി പോലെ ആയിരിക്കും. അത് രാവിലെ കുളിച്ചോണ്ടാ. എണ്ണ വെക്കണം. അല്ല ഞാൻ ജീവാനൊന്നും കാറ്റടിച്ച് പറഞ്ഞു. അതിപ്പോ എത്രയിലാ പഠിക്കുന്നത്? 10ലാണ്. പിന്നോട്ടാണ് ശാന്തമായി നന്നായിട്ട് പഠിക്കണം പറയാനോട്. എന്തോ ഞാൻ തന്നെ എഴുതിച്ചിരിക്കും. എനിക്ക് വർത്താനം കേട്ടിട്ട് അവിടെ പോയില്ലേ അമ്മയുടെ വീട്ടില്. മൂവാറ്റുപുഴ MGM സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. MGM മൂവാറ്റുപുഴയാണ്. അവന്റെ വീട് എവിടെയാ? താമസിച്ച് പഠിക്കുകയാണോ? അല്ല, വീട് എവിടെയാ? ആണോ? മൂവാറ്റുപുഴ. കാലാവസ്ഥയൊക്കെ നല്ലതാണോ? മഴ. ഇപ്പൊ മഴയാണ് ഇപ്പോഴും. എനിക്ക് വർത്താനം ഇഷ്ടം. മഴ പിടിക്കുമ്പോ അത്രയും അസുഖമല്ലേ? ഒരു പുഴുകിയ ചിരി.
വെല്ലുമ്മച്ച് വല്യപ്പനും വല്യച്ചാച്ചനൊക്കെ ഉണ്ടോ? വല്യപ്പൻ മരിച്ചു. പോയതാ. അമ്മച്ചിക്ക് എന്തോരം പ്രായമുണ്ട് അപ്പൊ കൊച്ചിന്റെ അമ്മച്ചിക്ക്? ആ 10-70. മുപ്പത്താറോ? സാനൂനല്ല, അല്ല വല്യമ്മച്ചിക്ക് 10-72 വയസ്സാണ്. അത്രേ ഉള്ളൂ. 73 സാരിയെ കൊടുത്ത് നടക്കണല്ലോ. പറ്റില്ല ചേച്ചിക്ക് ഇതിന്. ഞാനിയൊക്കെ പറ്റിയ പിന്നെ ക്ഷീണ. ഞാനെ പറ്റി ഈ ജനുവരി 5-ാം തീയതി മുമ്പ് 6 വർഷം. കുഞ്ഞാനെ മരിച്ചിട്ട് 3 വർഷം. പണിക്കൊക്കെ പോണ്ട്. കുഞ്ഞാനെ ജനുവരിയിലാണ് മരിച്ചത്. ജനുവരി 24-ാം തീയതി. പണിക്ക് എന്റെ നേരം മൂത്തത്. എന്നാ പണി? തൊഴിലുറപ്പ്. പിടിച്ചോണ്ടിരിക്കും. 2 പേർക്കും പിള്ളേരുണ്ട്. അമ്മച്ചിക്ക് അത് കുഴപ്പമില്ല. അമ്മച്ചി 1 വയസ്സ് കഴിഞ്ഞാളെ അവന്റെ. ആ മുട്ടേടെ ചെറുതായിട്ടുണ്ട്. ഓന് പെങ്ങന്മാരെത്ര പേരുണ്ട്? അവര് പെങ്ങന്മാര് മൊത്തം 3 പേരുണ്ട്. മറ്റേ ഇളയവൻ പലർക്കോ ഒരാൾ നീറ്റ് ചെയ്യണു, ഒരാൾ നേഴ്സിംഗ് പഠിക്കണു, വണ്ടി ഊറ്റാൻ പഠിച്ച അങ്ങനെ. ഒരാൾക്ക് ഇപ്പൊ ഒരു കൊച്ചുണ്ട്. മൂത്തവൻ +2 ചേട്ടന്മാരാരില്ല. പള്ളിക്കുട്ടി പോകാൻ ഭയങ്കര ആണായിട്ട് ഒറ്റടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. 8 വരെയല്ലേ കുഞ്ഞും പോയുള്ളൂ, എൽദോം പോയുള്ളൂ. അങ്ങനെ തന്നെ പോയോളൂ. ഓന് ഏട്ടായിമാരാരും ഇല്ലെന്ന്. ചേച്ചി ഏട്ടായിമാരാരും സ്കൂളിൽ പോയി. ഇവനെ എതിരെങ്കിലും ചേച്ചിമാരെ മൊത്തം എനിക്ക്. ചേച്ചിമാരെ മൊത്തം. പണ്ടൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചിയാണോ ഭയങ്കര മഴയാണ്. വന്നത്? ആ ഇതെന്റെ സ്വന്തം ചേച്ചി. ആ ചേച്ചി എന്നാണോ വിളിക്കണേ? അവിടെ പിന്നെ ചേച്ചി ഇവിടെ 2 പേർക്ക് പ്രായമല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. മലയാളത്തിലാണോ വർത്താനം അങ്ങോട്ട് കേൾക്കുന്നത്? അവര് പടിയാ. പിന്നെ അവിടെ എല്ലാ കൂട്ടവും ഭക്ഷണ സാധനങ്ങൾ നമുക്ക് പറ്റുമോ? നമുക്ക് പിടിക്കുമോ? നമുക്കൊക്കെ പിടിക്കും. ഇപ്പൊ കൊച്ചിവിടെ അങ്ങനെയല്ലേ നിക്കണേ, അതുകൊണ്ട് കൊച്ചിനി പോയി വരാനുള്ള ചേട്ടായിമാരൊക്കെ വലുതായോ? ചേട്ടായിമാരില്ല. ചേട്ടായിമാരില്ലേ? ഇവിടുന്നൊക്കെ എന്തോരം മഴ. ഒന്നുമില്ല. ആരുമില്ല. ഒരു മണിക്കൂർ വിളിച്ചാ അങ്ങനെയല്ല ചേച്ചിമാരാ. പെങ്ങന്മാരുള്ളൂ. അപ്പൊ എസ്റ്റേറ്റ് അനിയന്മാരുണ്ട്. ചേച്ചിമാരില്ല. ഞാനാണ് ഏറ്റവും ഇളയത്. ആണോ? മാസം 3000 എങ്ങാണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. ഇപ്പം കൂട്ടിയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആളുകൾ എത്ര പേരാ? നമ്മുടെ ദൂരം അനുസരിച്ചാ പൈസ ആളുകൾ എത്ര വരുന്നത്. പേരുണ്ട്? ആണുങ്ങൾ ഒരാളുള്ളൂ. അത്രേ ഉള്ളോ? പൈസ അവരെല്ലാം അതല്ല എവിടെ പോയാലും എത്തും. അവരെല്ലാ കാര്യവും പറയും. ആ അമ്മേനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. നമ്മ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ 2 പേരും അമ്മയ്ക്കൊരു ഉമ്മ എന്റെ പോലെ എന്താ അമ്മ കാണണം? എല്ലാ ദിവസവും നമുക്ക് കാണാന്നേ. ആണോ? നമുക്ക് ഫോണിൽ വിളിച്ച് വർത്താനം പറയാം. ഫോണിൽ വിളിച്ച് വർത്താനം പറയാം നമുക്ക് എല്ലാ ദിവസവും. പോന്നേട്ടോ ഫോണില് ഫോണില് ഫോണിക്കോടെ എന്റെ മോളെ 4 എപ്പോഴും കിട്ടിയെന്ന് വരികയില്ല. ഒന്നും തിരിച്ച് കിട്ടിയല്ല. ഇച്ചിരി അറ്റോ മൂലയൊക്കെ നമുക്ക് കിട്ടുമോ? എല്ലാം തിരിഞ്ഞ് ഒരു വിവരം ഇവിടെ ആൾക്കാരുടെ വിവരം പോലും ചുവ പറഞ്ഞതേ അത് ശരിയാ. നമ്മൾ വിളിച്ച. നീ എന്താ എന്റെ വാ വന്നെ? ഇനിയിപ്പോ എന്നും വന്നാ മതി. അതെ, വഴി അറിയാമല്ലേ? വഴി പഠിച്ചില്ലേ? ആ വഴി അറിയാം. ഇപ്പൊ എന്നാ ഇവനെ ഇവിടെ നിർത്തി പഠിപ്പിച്ചാലോ? മൂവാറ്റുപുഴയാണോ? ആ ഓ എന്നാ വലിയ അകലമൊന്നും ഇല്ലല്ലോ. കേട്ടോ, ഇത്ര നേരം ഭയങ്കര അകലാണ്. എന്നാ ഇവനെ ഇവിടെ നിർത്തിയേക്കാം. എന്നാലേ ഇവാന്റെ കൂടെ ഇവിടെ നിർത്താം. മൂവാറ്റുപുഴ പഠിക്കാൻ ഇവാനൊരു കൂട്ടുമായി. അതെ. അവിടെ നിർത്തട്ടെ. അവർ റെഡിയാന്ന് നിക്കാന്ന്. അമ്മ പറഞ്ഞാ മതി, അമ്മയുടെ സമ്മതിച്ചാ മതി. ആ നിൽക്കുമോ? അമ്മയുടെ റൂമിൽ കിടക്കുകയും ചെയ്തോളൂ. അമ്മയുടെ കാര്യമൊക്കെ നോക്കുകയും ചെയ്യും. അമ്മയുടെ കാര്യമൊക്കെ നോക്കുകയും ചെയ്തോളൂ. ആണാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇത്ര എല്ലാവരും ഉള്ളോ? എന്തായാലും അത് ശരി. ഒന്നും എടുക്കാറായില്ല, ഒന്നും ചെയ്യാറായില്ല. ആര് ഇവനാ? ആ അമ്മയ്ക്ക് തോന്നണേ അത്. ഒന്നുമല്ല. ഇപ്പൊ എത്ര വയസ്സുണ്ട്? അവന് 10-14 വയസ്സായി. 16 16 പിന്നെ 16 അവൻ എത്രയിലാ പഠിക്കണം? ഇവനോട് കഴിക്കും കേട്ടോ. ആ ഇവൻ കഴിക്കും. അപ്പൊ എത്രയിലാ പഠിക്കണേ? 10ല്. 10-ല്. 10.
അവരെ ആശുപത്രി ഞാൻ ഇവനെ ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ട്. കൊച്ചിനെ കൊണ്ടുപോയില്ല, ആശുപത്രിയിലും കൊണ്ടുപോയില്ല, ടോണിക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന അവൻ പറയാം. അല്ല ഈ കുഞ്ഞോനും കുഞ്ഞായിരുന്നു ചേർത്തത്. എന്റെ ആങ്ങളില്ല, അച്ഛനാങ്ങളാണ്. അച്ഛനാകാൻ പോകുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പേടിയായിരുന്നു. പക്ഷെ അവൻ എല്ലാ വകയും കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി അത് അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോ അവൻ അത്രയും പൊക്കം വെച്ചു. പൊക്കോനെ വന്നോണ്ടല്ലോ. വണ്ണം പിന്നെയാ വെച്ചത്. പൊക്കം വെച്ചു. അപ്പൊ നമുക്ക് പേടി മാറി. പൊക്കം കുറവ് വരുമ്പോഴേ നമുക്ക് പേടി വരുന്നത്. ആരുമില്ല, ഞാൻ മാത്രം. നീ മാത്രമോ? അനിയന്മാരുണ്ടോ? ചേച്ചി മാത്രം. ആണോ? ചേട്ടായിമാരില്ല. ചേച്ചിമാരാ. പിന്നെ ഇനി ഓരോ കാര്യത്തിന് പോകാനുള്ള കൊച്ചിന് അവിടെ ഭക്ഷണം അവന് കുഴപ്പമില്ല. അത് ആന്റണി വീടിന്റെ അടുത്തുള്ള ചേട്ടനാ. ആന്റണി വീടിന്റെ അടുത്തുള്ള ചേട്ടനായിരുന്നു. മറ്റേത് എന്റെ പപ്പയാ. അങ്ങനെയാണെങ്കിലും പോകുമ്പോ പോണേല്ലേ. എനിക്കിത് അമ്മയുടെ കാര്യം ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടേ, കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അമ്മയുടെ കാര്യത്തിൽ ഞാൻ എവിടെയെങ്കിലും മുമ്പ് ഇതുപോലെ എനിക്ക് പരവേശവാ. ഇപ്പൊ ഈ പിള്ളേർ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ, ഇവരിവിടെ ഉള്ളത് കൊണ്ടല്ലേ. ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം ആണോ? അതുപോലെ ഒരു സാധനം നമുക്ക് വെച്ചേക്കാനൊന്നും പാടില്ല. അതൊക്കെ പഠിക്കാൻ കുഴപ്പമില്ല, പാടാ. കുഴപ്പമില്ല. ഇപ്പൊ കൊടുത്താൽ പോലും ആരെങ്കിലും മിഠായി കൊടുത്താലും മേടിക്കൂല. അങ്ങനെ അമ്മമാരെത്ര പെങ്ങന്മാര് 3 പേര്. അവരെ പഠിത്തം കഴിഞ്ഞോ? ആ, പഠിത്തൊക്കെ കഴിഞ്ഞു. പഠിച്ചോണ്ടിരിക്കാണോ? 2 പേര് പഠിച്ചോണ്ടിരിക്കണു. ആണോ? ഒരാൾക്കുടെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടി. ഇവരുടെ വർത്താനം തീരില്ല. എന്നാ ജോലിയാ? പിട്ടാപ്പള്ളിയില് ഒരു കമ്പനിയില്. ആരാടാ? നിന്നെ ഇന്ന് വിടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. വീടിക്ക് കുഴപ്പമില്ല. ആ, ഞങ്ങൾക്കും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും. മാനൊക്കെ എന്ന് വരും. പിന്നോട് നിർത്തിയേക്കാമേ. പിന്നോട് നിർത്തിയേക്കാം. പിന്നോട് നിർത്തിയേക്കാം. ഇവിടെ നിർത്തിയാൽ അവന് കാലാവസ്ഥയൊക്കെ പിടിക്കും. അതൊന്നും വിഷയം അവിടെ മാറി. കുഴപ്പമില്ല. അതൊന്നും പിടിച്ചോ. ആവും സാധ്യത. അവിടുത്തെ കാലാവസ്ഥ തന്നെ ഇവിടുത്തെ. രണ്ടും ഒരേ കാലാവസ്ഥയാ. നല്ല കാലാവസ്ഥയാ. ആ, അല്ല അതൊരു പിടിച്ചു നോക്കിയെങ്കിലല്ല നമുക്ക് പറയാൻ പറ്റും. അത് കുഴപ്പമില്ല, പിടിക്കും. കുഴപ്പമൊന്നുമില്ല. ഇത് വേണ്ട. അമ്മയുടെ എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളും ആവും. അത് നേരാ. ജോമോക്ക് അതിലെ ഓരോ കാര്യത്തിന് പോണം. നിർത്തണോ? പിന്നെ നിർത്തണോ? ഇവിടെ ഇവനവിടെ നിർത്തണോ? അല്ല വേലാളികൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അമ്മേനെ കൊണ്ട് നോക്കാൻ പറ്റിയ കാരണന്മാരുടെ അടുത്ത് എന്തെങ്കിൽ അത് ശരിയാവും. എന്തെങ്കിലും അവർക്ക് വേണ്ടതൊക്കെ സാധിക്കുള്ളൂ. അതന്നെ. അമ്മയുടെ അടുത്ത് നിന്നാ കാര്യങ്ങളൊന്നും നടക്കൂല. അതിന് ഓർമ്മയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയാണ്. അല്ലാതെ ഒരു ഒന്നിച്ചിനോ വല്ലതൊക്കെ ഒന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ചോണ്ട് വന്നാലും അത് അന്നാരം കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതെ. അത് തന്നെ. ഇനി അടുത്ത മണിക്കുമ്പോ ഞങ്ങൾ പോട്ടെ. ചോറൊക്കെ നിങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ അത്രയും ദൂരേന്ന് വരുന്നതല്ലേ. എവിടെ ദൂരെ? എവിടെയാ വിജയ് ചോറിനിട്ടോളാ. പറഞ്ഞില്ല. അതെ, നീ കഴിച്ചൊക്കെ തീർന്നു. ഇച്ചിരല്ലേ ഉള്ളൂ. നീ കഴിച്ചൊക്കെ തീർന്നു. അതുകൊണ്ടാണ് നീ വളരാത്തത്. നീ എന്നും കഴിക്കണം ഭക്ഷണം. നീ ഭക്ഷണം കഴിക്കും. കുറച്ച് തീറ്റ തിന്നിട്ടാ. കുറച്ച് തീറ്റ തിന്നരുത്. ഈ പലഹാരങ്ങളില്ലേ, ബേക്കറി പലഹാരത്തിന്റെ കുറവായി ഇപ്പൊ കമ്പിട്ടിരിക്കുന്നുണ്ട്. മനപ്പൂർവ്വം കമ്പിട്ടല്ലേ? രണ്ട് പലഹാരം തീറ്റ് നിർത്താൻ വേണ്ടി. അല്ല, പല്ല് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താ വലിയ അവിടത്തില്ല. അങ്ങനെ എല്ലാം തിന്നും. എല്ലാം തിന്നും. എല്ലാം തിന്നും. എല്ലാ കൂട്ടോ മനസ്സിലാവുന്നുണ്ട്. 10ലാണ് നല്ലപോലെ പഠിക്കണം. നല്ലപോലെ പഠിക്കുവോ? പഠിക്കും. ഇത് ഫുള്ള് പ്ലസിന്റെ ട്രോഫി ഇവിടെ കൊണ്ടേ കാണിക്കും. ഇങ്ങനെ വാശി കേട്ടാ. ചേച്ചി പഠിക്കുമ്പോ മതിന്നേ, പഠിച്ചാ മതിന്നേ. ഫുള്ള് പ്ലസിനൊന്നും ഒരു നീ ഏതാ എടുത്തിരിക്കുന്നേ? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. എഞ്ചിനീയറിംഗിനാണോ? അല്ല, സയൻസ് എടുക്കാഞ്ഞ സയൻസ് എടുക്കാൻ തന്നെയാണ്, പക്ഷേ ബയോ എടുക്കാനായിരുന്നു. കമ്പ്യൂട്ടർ കിട്ടിയുള്ളൂ. കിട്ടിയുള്ളൂ അല്ലേ?
അതന്നെ വേറെ കോളേജ് വല്ല സ്കൂൾ നോക്കാൻ മേലായിരുന്നു. എല്ലാ സ്കൂളിലും മാനേജ് അതിന് കിട്ടിയില്ല. എന്നിട്ട് ഇവിടെ തന്നെ 50 രൂപ കൊടുത്താ കിട്ടിയത്. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ ഇവിടെയൊക്കെ എന്നെ വേണേലും കിട്ടും. ഇവര് 8A+ ആയിരുന്നു 10ാം ക്ലാസ്സില്. എന്നെ വേണേലും സയൻസ് ഒക്കെ വന്നോ? സയൻസ് മറ്റേ ബയോ മാത്സ് കിട്ടുമായിരുന്നു. ഇത് ഒത്തിരി സ്ഥലത്തൊക്കെ അന്വേഷിച്ചില്ല അവനെ. അവിടെ എല്ലാവരും തന്നെ സീറ്റ് മേടിച്ച് ആ, അത് പിള്ളേര് മേടിച്ചു. കൂടുതലല്ലോ. ആ. പിന്നെ സ്കൂളാണെങ്കിലും എല്ലാവരും ഭയങ്കര ഡിമാൻഡുള്ള സ്കൂളൊക്കെ. അത് ഭയങ്കരമായിപ്പോയി. നഴ്സിംഗിന് പോകുമായിരുന്നെങ്കിൽ അല്ലേ അല്ല അത് കഴിഞ്ഞ് പോവാം. പഠിക്കാം പഠിക്കാം. കൊമേഴ്സ് പഠിച്ചാൽ ബയോളജി ഇല്ലെന്നേ ഉള്ളൂ. ബയോളജി ഇല്ലെന്നേ ഉള്ളൂ. സബ്ജക്റ്റ് വ്യത്യാസമല്ലേ ആ പട്ടി നോക്കി കുറെ നിർത്തിയിട്ടുണ്ടോ നോക്കി. നിർത്തിയില്ല. ഞങ്ങളിനി പോകുവാട്ടോ. ആണോ? ആ പോണ്ടെന്ന് പറയുമ്പോ അവിടെ നിന്ന് എത്രയും ദൂരേന്ന് വന്നാലും ഒരു ദിവസം താമസിച്ചിട്ട് വന്നതാ. നല്ല കളിയായി പോയി. ഇനി എത്ര കാലം ഒരു ദിവസം അങ്ങോട്ട് പോയി എല്ലാവരും കൂടെ കൂടി. ഒരു ദിവസം അങ്ങോട്ട് പോയി എല്ലാവരും. ഇവിടെ വന്നു. ഇവിടെ എന്തിനാ? ഓ അമ്മയ്ക്ക് വീട്ടിലാണ് ആവലാതി. വീട്ടിൽ എന്തെല്ലാം കാര്യമുണ്ട്. ആ പിന്നല്ലേ എന്തെല്ലാം പണിയെ ചെയ്യണ്ട. കുടുംബമല്ലേ, വേറെ ആരുമില്ല. ആ ബക്കറ്റിന് അങ്ങോട്ട് നിങ്ങളൊക്കെ ഇനി ആരുണ്ട്? പതുക്കെ പതുക്കെ താത്തി. അമ്മയും ജോമോളും തന്നെ. എനിക്ക് വിട്ട് മേലാതാണ്. എല്ലാ കൂട്ടും എടുക്കത്തില്ല. അമ്മ എല്ലായിടത്തും കൂടെ ഒക്കെ പോണേല്ലേ. അപ്പൊ അതുപോലെ ഒരു ദിവസം വാ. അപ്പടി അസ്വസ്ഥതയാ ഒരു കുഴപ്പമില്ല. ചില ദിവസം. മക്കളെന്നാലും ഇപ്പൊ എവിടെയാ താമസിക്കണേ? മൂവാറ്റുഴ. മൂവാറ്റുപുഴയല്ലേ? ഒത്തിരി വഴിയാകലാണല്ലോ. ഒത്തിരി ഒന്നും വഴിയാകലമില്ല. ഇല്ലേ? ഇനിയിപ്പോ നാളെ ചിലപ്പോ നാളെയാണോ തിങ്കളാഴ്ചയാണോ എന്ന് അറിയില്ല. ഞങ്ങളുടെ 1000 ഏക്കറിലൊരു വീട്ടില് ഒരു ചെറുക്കൻ മരിച്ചിട്ടുണ്ട്. 52 വയസ്സൊക്കെ കാരലിന് വീട്ടാറുണ്ട്. അപ്പൊ ഇന്നലെ ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞത് ഇവനറിയോ കുട്ടികളുണ്ട്. ആ ചാനലും എടുത്തു. ജോമോനെ പറഞ്ഞു കൊടുത്തേരും. അതിനകത്തുണ്ടോ? അയ്യോ അല്ല മറ്റേ വേറൊരു ചാനലും കൂടി ഉണ്ട്. ആ പാമ്പിന്റെ ചാനൽ. അയ്യോ മനസ്സിലായി. ഇവിടെ പാമ്പിനെ പിടിക്കുന്ന ചാനൽ. ഈ ചേട്ടൻ പാമ്പിനെ പിടിക്കും. ആ ദേ ഇരിക്കുന്ന ചേട്ടൻ. നാട് കാഴ്ച. അല്ല ഇനി വേണം ഒരു ധൈര്യം. അത് നിനക്ക് കിട്ടിയോ? മക്കളെയൊക്കെ എന്ത് കാണാൻ പറ്റും? ഇടയ്ക്കൊക്കെ കാണാം. ഇടയ്ക്കൊക്കെ വരാം. എത്ര നാൾ കഴിഞ്ഞാലേ കാണും. ക്ലാസ് ഒക്കെ അല്ലേ. ഇടയ്ക്ക് വഴിയല്ലോ. വരാമേ. ഇടയ്ക്കൊക്കെ വരാം. ഇടയ്ക്ക് അവിടുന്ന് വരുമ്പോ ഒത്തിരി വണ്ടിക്കൂലി വേണ്ടല്ലേ? ഒരുപാട് നമുക്കൊക്കെ വണ്ടി എടുത്തോണ്ട് വരാമേ. 2 ദിവസം വേണം അവിടെ വരാൻ. ഒരു ദിവസം മതി. 1 മണിക്കൂർ മതി. അത്രയും വഴിയുള്ളൂ. ആ 1 മണിക്കൂർ. അത്ര നേരം മതി. അത്രേ ഉള്ളൂ. കാര്യമില്ല. ഇതാണ് ആ മമ്മിയുടെ മമ്മിയുടെ ഫോട്ടോ. പട്ടിയുടെ പോരാ. അമ്മ എന്നാ വീട്ടു ജോലിയാണോ? വീട്ടിൽ ജോലിയൊക്കെ ആണ്. പോകട്ടോ മോനെ. നീ പോകട്ടോ. നീ പിന്നെ കാണാം. പോവുക ഇനി. ആ പിന്നെ അവൾ എത്രയല്ല പഠിക്കാൻ? അവള് +2. 10ല്. 12. അമ്മയൊക്കെ കൊടുത്തരാടാ. അമ്മയ്ക്ക് കുഞ്ഞുമാവയ്ക്ക് ടാറ്റ. കുഞ്ഞുവാവയാണോ ഞാൻ? കുഞ്ഞുവാവയ്ക്ക് ടാറ്റ. നീല കുഞ്ഞുവാവയാക്കി കേട്ടോ. ചേച്ചി കേട്ടോ സന്തോഷമായി. ചോറിൻ്റെ പോയാൽ മതിയായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന. ചോറ് അതൊന്നും സാരമില്ല. ചോറൊന്നും നല്ല കാര്യം. അതൊന്നും കുഴപ്പമില്ല. കൊച്ചിന് കൊടുക്കും. അതന്നെ പിന്നെ വണ്ടിയോടുള്ള ഇതൊക്കെ അവനോടൊക്കെ പറയുമ്പോ അവൻ പറയും ജീവനെ കൊതിയുണ്ടെന്ന് പറയും. പോട്ടോ ടാറ്റ ഇട്ടോമേ. ടാറ്റ ടാറ്റ ടാറ്റ. ഈശോ വിശായിക്ക് ശരിയായിരിക്കും. ഒരു മൂവാറ്റുപുഴ വരെ. മൂവാറ്റുപുഴ വരെ പോണം. മൂവാറ്റുപുഴയോ? ആ വരെ പോകണോ? ആ 1 മണിക്കൂറുള്ളൂ ഇവിടുന്ന്. പോകണമല്ലോ. 1 മണിക്കൂർ പോയാൽ മതി. 1 മണിക്കൂർ. ഒരു ദിവസമുണ്ടോ? ആ
1 മണിക്കൂർ. അങ്ങോട്ടും ഇങ്ങോട്ടും. 1 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലും. ആ വലിയ പാടാ. വലിയ ദൂരമൊന്നുമില്ല നീ, തൊട്ടടുത്തല്ലേ. അമ്മ രാവിലെ മുതൽ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു ആരും വരുന്നില്ല എന്ന്. കേട്ടോ, ചേച്ചി ഇവിടെ നല്ല പുളി കിട്ടാനില്ലെന്നൊന്ന് പറഞ്ഞില്ലേ, അന്ന് പോലെ ഓർത്ത് വെച്ചിരിക്കുന്ന ദൈവമേ എനിക്ക് വയ്യ, ചുമക്ക് പുളിയില്ലെന്ന് പറഞ്ഞില്ലേ. ചേച്ചിക്ക് അവിടെ പുളി ഉണ്ടല്ലേ? ചേച്ചിയുടെ വീട്ടിലല്ല, ചേച്ചിയുടെ ആങ്ങളയുടെ വീട്ടിൽ നിന്നാണ് ചേച്ചിക്ക് കൊണ്ട കൊടുത്തതാ. ആ കൊറേ 5-6 കിലോ കൊണ്ട് കൊടുത്തതാ. അല്ല എനിക്ക് ഇത്രയും കൊണ്ട് തന്നതാ. ഈ മാങ്കോസ്റ്റ് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മാങ്കോസ്റ്റ് തിന്നിട്ടില്ല. അവിടെ എടുത്തു വെച്ച് ഇന്നലെ പറിച്ചെടുത്തതൊക്കെയാ. പിന്നെ നോക്ക് ഇതൊക്കെ എങ്ങനെയാ, ഇത് ആര് തിന്നും ഇതൊക്കെ? എലിക്കൂട്ട് തന്നെ തിന്ന് തീർത്തോട്ടോ. ഈന്തപ്പഴം, ലഡു, എനിക്ക് തിന്നാൻ പറ്റിയ ഒരു സാധനം പറഞ്ഞു കൊണ്ടുവന്നത്. കൊളസ്ട്രോളുകാർക്കാ. പിന്നീട് അവര് കൊണ്ടുവന്നാ ഏത്തപ്പഴം കണ്ടോ, ഒരു കൊല മുഴുവനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയ്ക്ക് കൊണ്ടുവന്നാ, അമ്മയ്ക്ക് വേണ്ടി. നിങ്ങളുടെ കൊടപുളി എനിക്ക് തന്നെ അതിൽ ഇഷ്ടപ്പെട്ട. എന്നാന്ന് ചോദിച്ചോണ്ടല്ലോ നല്ല പുളി കിട്ടിയില്ലേ, എനിക്കിതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി മാങ്കോസ്റ്റ് ഞാൻ തിന്നിട്ടില്ല, തിന്നട്ടെ എന്താ സംഭവം നോക്കട്ടെ. എന്നാന്ന് എങ്ങനെയാണ് തിന്നുന്നത്? വട്ടം മുറിച്ചിട്ടല്ലേ തിന്നുന്നേ? കൊടംപുളി എല്ലാം ചേച്ചി കൊണ്ടുവന്നാ. ഇങ്ങനെയാണോ? എനിക്കറിയാൻ മേല. അത് തൊലി ചെത്തി അങ്ങനെയാണ് എനിക്കറിയാം. അല്ല ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇഷ്ടടാ. കൊടംപുളിയുടെ ടേസ്റ്റ് അല്ലേ? അല്ല ഉരുവുണ്ടേ. വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ അവളോട് പോകാൻ. എന്നാ വന്നേ? എപ്പോഴെങ്കിലും വരും ഇനി, ഇതുപോലെ വരും, എന്തെങ്കിലും വരും. അകത്തെ കാ തിന്നുന്ന പോലെ ഉണ്ടോ? അതിന്റെ ടേസ്റ്റാണ് ഇത്. നീ ഇപ്പൊ പോയാ എന്നാ വന്നേ? എപ്പോഴെങ്കിലും വരുമേ, ഇതുപോലെ എന്തെങ്കിലും വരും. നീ വരും. അമ്മയ്ക്ക് ആ ചെറുക്കൻ കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? ആ കൊച്ചിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? വന്ന കൊച്ചിനെ. പിന്നെ കൊച്ചുങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല, എല്ലാം പറ്റും ഒരുപോലെ ഇരിക്കുകയല്ല. നമ്മള് പിന്നെ അവരെ നിയന്ത്രിക്കണം. സത്യം പറഞ്ഞാൽ തിന്നാനൊന്നും ഇല്ലല്ലേ? അമ്മയ്ക്ക് തിന്നാൻ ഇത് തിന്നായിരുന്നു. ജിലേബി, ലഡു, എന്റെ മോളെ എല്ലാ മധുര സാധനങ്ങൾ അമ്മയ്ക്ക് തിന്നാൻ കൊണ്ടുവന്നാ. ഇതൊക്കെ എങ്ങനെയാണോ? ഇത് പുളിയാ, കൊടംപുളി. മീൻ വെക്കാൻ, മീൻകറി വെക്കാൻ. ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവന്നല്ലേ? പഴം അതും ആ ചേച്ചി കൊണ്ടുവന്നതാ. സമ്മതിക്കണം, നല്ല സ്വഭാവമാണ്, നല്ല സ്നേഹവും, മനുഷ്യരോട് പെരുമാറാനും സ്നേഹിക്കാനും ഒക്കെ അറിയാം. അതുകൊണ്ടാ വേറൊരു രാജ്യത്തു നിന്ന് വന്നതാണേലും എന്തൊരു മാറ്റം. നമ്മുടെ ഇവിടെയുള്ളവരാണെങ്കിൽ ഒരു വിലയുണ്ടോ? കൊച്ചുങ്ങൾക്കും ഇല്ല, വലിയവർക്കും ഇല്ല. പുറത്തല്ലേ അവർ മൂവാറ്റുപുഴയെന്ന് വന്നാ. മൂവാറ്റുപുഴയെന്ന് വന്നാ. മൂവാറ്റുപുഴയെന്ന് വന്നാന്നേ. അതാ പറഞ്ഞു. അവിടെ നിന്നൊക്കെ വരുമ്പം അവർ പ്രത്യേകിച്ചുണ്ട് സ്വഭാവത്തിന് മാറ്റം ആൾക്കാരുമായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.